വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് ഒരുക്കമായുള്ള 33 ദിവസത്തെ പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ 25-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്ന് ഓഗസ്റ്റ് 7. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നീ സൈന്യനിര പോലെ ഭയങ്കരിയും സൗന്ദര്യവതിയും പ്രഭാവതിയും ആയിരിക്കുന്നല്ലോ. നീ സൈന്യനിര പോലെ ഭയങ്കരിയും സൗന്ദര്യവതിയും പ്രഭാവതിയും ആയിരിക്കുന്നല്ലോ. ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ഞങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ഞങ്ങളെ ശക്തരാക്കണമേ. നിൻ ശക്തിയും നിൻ കഴിവും ഞങ്ങൾക്കായി പ്രയോഗിച്ചിടണമേ. നിൻ ശക്തിയും നിൻ കഴിവും ഞങ്ങൾക്കായി പ്രയോഗിച്ചിടണമേ. 1000 ശത്രുഗണങ്ങളെ തകർത്തു തരിപ്പണമാക്കിയ നാഥേ, സർപ്പത്തിന്റെ തലയെ തകർത്തരമേ. ശത്രുവിന്റെ തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. ശത്രുപാതയിൽ നിന്നും ദുഷ്ടാരൂപയിൽ നിന്നും പൈശാചിക ശക്തിയിൽ നിന്നും, ശത്രുപാതയിൽ നിന്നും ദുഷ്ടാരൂപയിൽ നിന്നും പൈശാചിക ശക്തിയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ച് പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്തുള്ളവർക്ക് സ്തുതി കൊടുത്ത് അവരവരുടെ സീറ്റുകളിലേക്ക് എല്ലാവരും വേഗം വേഗം ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് 25-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഓഗസ്റ്റ് മാസം 7-ാം തീയതി വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. 33 ദിവസത്തെ ഒരുക്കത്തിന് ശേഷം ഓഗസ്റ്റ് 15-ാം തീയതി വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള ദിവസങ്ങൾ അടുത്തു വരികയാണ്. നന്നായിട്ട് ആത്മശോധന ചെയ്യണം, ധാരാളം ജപമാലകൾ ചൊല്ലണം, വിശ്വാസ പ്രമാണം ചൊല്ലണം. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഈ ദിവസങ്ങളിൽ ജപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ആത്മീയമായ ഒരു വലിയ ശുഷ്കാന്തി നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം എങ്ങനെയാണ്? ജപമാലയുടെയും നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥനയുടെയും മാതാവിൻ്റെ സ്തോത്രഗീതത്തിൻ്റെയും മാഹാത്മ്യം, 3 പ്രാർത്ഥനകളെ നമ്മുടെ ഹൃദയത്തിലേക്ക് പതിപ്പിക്കണം. പരിശുദ്ധ മാതാവിനോട് ബന്ധപ്പെട്ട 3 പ്രാർത്ഥനകളാണ്: ജപമാല, നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന, മാതാവിൻ്റെ സ്തോത്രഗീതം. ഈ 3 പ്രാർത്ഥനകളെക്കുറിച്ചും അതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചും നമ്മൾ അറിയണം. ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഈ ഒരു പുസ്തകം വീണ്ടും നിങ്ങളോടൊന്ന് റെഫർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറയുകയാണ്, യഥാർത്ഥ മരിയ ഭക്തി, വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് എഴുതിയ യഥാർത്ഥ മരിയ ഭക്തി എന്ന പുസ്തകത്തിൽ നിന്നാണ് അച്ഛന് ഇതിനെക്കുറിച്ചുള്ള കുറച്ച് ഉൾക്കാഴ്ചകൾ ലഭിച്ചിട്ടുള്ളത്. അത് നിങ്ങളും ഒന്ന് വാങ്ങി വായിക്കുന്നതൊക്കെ നല്ലതാണ്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് പുസ്തകം ഇല്ലാത്തവർ ഈ സ്ക്രീനിൽ തന്നെ അച്ഛൻ്റെ പ്രസക്ത ഭാഗം കാണിക്കാം. കാരണം എല്ലാവർക്കും പുസ്തകം വാങ്ങാൻ പറ്റില്ല. ഇത് സോഫിയ ബുക്സിൽ നിന്നുള്ളൊരു പുസ്തകമാണ്. എനിക്ക് പ്രത്യേക ഒരു സാഹചര്യത്തിൽ ലഭിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്നവർ വാങ്ങുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ തന്നെ നമ്മൾ വായിക്കേണ്ട ഭാഗങ്ങൾ അച്ഛൻ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്കത് ശ്രദ്ധിക്കാം. യഥാർത്ഥ മരിയഭക്തി എന്ന പുസ്തകത്തിൽ 249-ാമത്തെ ഖണ്ഡിക, നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥനയോടും ജപമാല പ്രാർത്ഥനയോടുമുള്ള ഭക്തി എന്നൊരു ഹെഡിങ്ങിൽ 249 തൊട്ടുള്ള പാരഗ്രാഫുകളിൽ വലിയ ദൈവിക റെവലേഷൻസ് വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. 249-ാമത്തെ പാരഗ്രാഫ് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ഭക്തിയെ എന്ന് പറഞ്ഞാൽ നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥനയോടും ജപമാല പ്രാർത്ഥനയോടും മറിയത്തിൻ്റെ സ്തോത്രഗീതം ചൊല്ലി പ്രാർത്ഥിക്കുന്നതിനുള്ള ഈ ഭക്തിയെ, അല്ലെങ്കിൽ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ അല്ലെങ്കിൽ മാതാവിനോടുള്ള ഭക്തി, ഈ ഭക്തിയെ ആശ്ലേഷിക്കുന്നവർക്ക് നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥനയും മാലാഖയുടെ അഭിവാദനമാണ് മാതാവിനോടുള്ള, അതുപോലെ ജപമാല, ഇങ്ങനെയുള്ള കാര്യങ്ങളോട് വലിയ ഭക്തിയും അടുപ്പവും ഉണ്ടായിരിക്കണം. വിജ്ഞാനികളായ ക്രിസ്ത്യാനികളിൽ പോലും വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇതിൻ്റെ മാഹാത്മ്യവും യോഗ്യതയും ഔന്നത്യവും ആവശ്യകതയും മനസ്സിലായിട്ടുള്ളൂ. വിശുദ്ധനായ ഡൊമിനിക്, വിശുദ്ധ ജോൺ കപ്പിസ്ട്രാൻ, വാഴ്ത്തപ്പെട്ട അലൻ ഡി ലാ റോഷെ തുടങ്ങിയവർക്ക് പോലും ഇതിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കി കൊടുക്കുവാൻ പരിശുദ്ധ കന്യക തന്നെ പല അവസരങ്ങളിൽ പ്രത്യക്ഷപ്പെടേണ്ടി വന്നു. ഈ പ്രാർത്ഥന വഴി നടന്നിട്ടുള്ള അത്ഭുതങ്ങളെയും ആത്മാക്കളെ മാനസാന്തരപ്പെടുത്തുവാൻ ഇതിനുള്ള കഴിവിനെയും വിവരിച്ചുകൊണ്ട് പല പുസ്തകങ്ങളും അവർ വിരചിച്ചിട്ടുണ്ട്. ലോകരക്ഷ, നന്മ നിറഞ്ഞ മറിയം എന്ന ആ ഒരു അഭിവാദനത്തിലൂടെയാണ് ആരംഭിച്ചത്. മാലാഖ പരിശുദ്ധ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് നന്മ നിറഞ്ഞ മറിയമേ, കൃപ നിറഞ്ഞ മറിയമേ, ദൈവകൃപ നിറഞ്ഞവളെ എന്ന അഭിവാദനത്തോടു കൂടിയാണ് രക്ഷാകര പദ്ധതി, മനുഷ്യാവതാരത്തിൻ്റെ ആ ഒരു മിസ്റ്ററി ആരംഭിച്ചത്. അപ്പോൾ രക്ഷാകര പദ്ധതിയുടെ ആ ഒരു വലിയൊരു ഘട്ടം ആരംഭിക്കുന്നത് ഈ ഒരു അഭിവാദനത്തോടു കൂടെയാണ്. ലോകരക്ഷയുടെ മനുഷ്യാവതാര രഹസ്യത്തിൻ്റെയൊക്കെ ഒരു ഘട്ടം ആരംഭിച്ചത് ഈ ഒരു അഭിവാദനത്തോടെ ആരംഭിച്ചതുപോലെ ഓരോ വ്യക്തിയുടെയും രക്ഷയും ഈ ഒരു പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെന്ന് അവർ ഉറക്കെ അവർ ശക്തിയുക്തം പരസ്യമായി വെളിപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്തു. വിശുദ്ധ ഡൊമിനിക്, അത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ശരിക്കും സത്യത്തിൽ പരിശുദ്ധ മാതാവ് തന്നെയാണ് ഇതിൻ്റെ മാഹാത്മ്യം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പം, ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, ലോകത്തിന് അനേക സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, വിശുദ്ധർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജപമാല ചൊല്ലാനാണ് മാതാവ് നിർദ്ദേശം കൊടുക്കുന്നത്. ജപമാല അവരുടെ കൂടെ പരിശുദ്ധ മാതാവ് ചൊല്ലുന്ന രീതികളും പല പ്രത്യക്ഷീകരണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മാതാവാണ് ഇത് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. കാരണം മനുഷ്യൻ്റെ ഇരുളടഞ്ഞ ബുദ്ധിക്ക്
ഗ്രഹിക്കാൻ പറ്റാത്ത വിധം ഈ മേഖലയിൽ ചിലപ്പോൾ നമ്മൾ അന്ധരായി പോകാറുണ്ട്. സാത്താൻ നമ്മുടെ ബോധത്തെ അന്ധമാക്കാറുമുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. തുടർന്ന് വീണ്ടും വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് 250 പാരഗ്രാഫിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ജപമാലയുടെ മേന്മയെക്കുറിച്ച് വാഴ്ത്തപ്പെട്ട അലൻ ഡി ലാ റോഷിന് പരിശുദ്ധ മാതാവ് പലതും വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അവ രേഖപ്പെടുത്തിയിട്ടുള്ള ആ പുസ്തകത്തിലെ ഒരു ഭാഗം ഇതാണ്: മാലാഖയുടെ അഭിവാദനത്തിലാണ് ലോകം മുഴുവൻ രക്ഷ പ്രാപിച്ചത് എന്ന് പറഞ്ഞാൽ ആ അഭിവാദനത്തോടുകൂടെയാണ് രക്ഷാകര പദ്ധതിയുടെ ഒരു ഘട്ടം ആരംഭിച്ചത്. മാലാഖ പരിശുദ്ധ മാതാവിൻ്റെ അടുത്ത് വന്ന് നന്മ നിറഞ്ഞ മറിയമേ, ദൈവകൃപ നിറഞ്ഞവളെ എന്ന അഭിവാദനത്തോടു കൂടിയാണ് രക്ഷാകര പദ്ധതി ഒരു ഘട്ടം ആരംഭിച്ചത്. അത് ചൊല്ലുവാൻ വെറുപ്പും മന്ദോഷ്ണതയും അനാസ്ഥയും കാണിക്കുന്നത് നിത്യനാശത്തിൻ്റെ വ്യക്തമായ സുനിശ്ചിതമായ അടയാളമാണ്. അതായത് നമ്മളൊരു ആത്മാവിനെ പഠിക്കുമ്പം, അല്ലെങ്കിൽ ആത്മാക്കളുടെ മേൽ ശുശ്രൂഷ ചെയ്യുന്ന, ആത്മാക്കളെ പരിപാലിക്കുന്ന അനേക ആത്മീയ പിതാക്കന്മാർ അനേക ആയിരക്കണക്കിന് ആത്മാക്കളുടെ ഇടയിൽ അവർ പരിചരണം ചെയ്തിട്ട് അവർ വെളിപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. ഒരാത്മാവ് നാശത്തിൻ്റെ പാതയിലേക്ക് പോയി, അതായത് മുതല ഈ കുളത്തിൽ കിടക്കുന്ന ഒരു മൃഗത്തെ ഒരു മനുഷ്യനെ കടിച്ച് കയത്തിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ സാത്താൻ നിത്യനാശത്തിൻ്റെ കയങ്ങളിലേക്ക് ആത്മാക്കളെ കൊണ്ടുപോകുമ്പോൾ ആത്മാക്കളിൽ പ്രത്യക്ഷപ്പെടുന്ന ബാഹ്യമായ ഒരു ലക്ഷണം പരിശുദ്ധ മാതാവിനോട് ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ചൊല്ലാൻ വിരസത തോന്നില്ല. ജപമാല ചൊല്ലാൻ തോന്നാതെയാവും, പ്രാർത്ഥിക്കാൻ തോന്നാതെയാവും, കൊന്ത ചൊല്ലാൻ തോന്നാതെയാവും, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കയറാൻ തോന്നാതെയാവും, മാതാവിനെ കാണുമ്പോൾ അടുപ്പം തോന്നാതെയാവും. അതാണ് പറയേണ്ടത്. പരിശുദ്ധ മാതാവിൻ്റെ ആ ഒരു വെളിപ്പെടുത്തലിനെ വാഴ്ത്തപ്പെട്ട അലൻ ഡി റോഷൻ ഇങ്ങനെ പഠിപ്പിക്കുന്നത്, അത് ചൊല്ലുവാൻ വെറുപ്പ് തോന്നും. വെറുപ്പും മന്ദോഷ്ണതയും അനാസ്ഥയും കാണിക്കുന്നത് കാണുമ്പോൾ മനസ്സിലാക്കണം, ആ ആത്മാവ് നിത്യനാശത്തിൻ്റെ വ്യക്തവും സുനിശ്ചിതവുമായ പാതയിലാണ്, ആ ബന്ധനത്തിലായി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കണം. എൻ്റെ മകനെ, ഈ കാര്യം മനസ്സിലാക്കുകയും എല്ലാവരെയും അറിയിക്കുകയും ചെയ്യാം. മാതാവ് വാഴ്ത്തപ്പെട്ട അലൻ ഡി റോഷനോട് പറയുകയാണ്. ഏറ്റവും ഭയാനകവും അതേസമയം ഏറ്റവും ആശ്വാസജനകവുമായ വാക്ക് തുടർന്ന് പറയാണ്, അദ്ദേഹത്തിൻ്റെയും ഇത് വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പിന്നെ അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെയും അതിനു മുമ്പുണ്ടായിരുന്ന വിശുദ്ധ ഡൊമിനിക്കിൻ്റെയും സാക്ഷ്യമില്ലായിരുന്നെങ്കിൽ ഇവ വിശ്വസിക്കുക നമുക്ക് വളരെ പ്രയാസകരമായേനെ. നമുക്കിത് വിശ്വസിക്കാൻ പറ്റില്ല, കാരണം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളത്. ഇതൊക്കെ നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാവിനാണ് ഈ ലക്ഷണം കാണണം എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ വിശുദ്ധ ഡൊമിനിക്കും അനവധി ഇതുപോലെ വിശുദ്ധന്മാരും ഇത് വെളിപ്പെടുത്തിയതുകൊണ്ടാണ് നമുക്കിതിനെക്കുറിച്ച് മനസ്സിലാകുന്നത്. പല മഹാരഥന്മാരായ വിശുദ്ധന്മാരുടെയും അഭിപ്രായം മറ്റൊന്നല്ല. തിരസ്കൃതർ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവസന്നിധിയിൽ നിന്നും വീണുപോയവർ, ഉപേക്ഷിക്കപ്പെട്ടവർ, ദൈവസന്നിധിയിൽ നിന്ന് നിത്യജീവൻ്റെ വാതിൽ അടയ്ക്കപ്പെട്ട് കഴിയുമ്പോൾ അതാണ് തിരസ്കൃതർ, ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞല്ലേ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-11 വാക്യങ്ങളിൽ രാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടുമെന്ന് പറഞ്ഞില്ലേ. അതാണ് തിരസ്കരിക്കപ്പെട്ടവർ. ഇനി ഇവിടെ പറയുന്നത് എങ്ങനെയാണ്, ഈ ഇതിൽ വായിക്കുന്നത് എങ്ങനെയാണ്? തിരസ്കൃതർ അവർ പാഷണ്ഡികളോ നിരീശ്വരരോ അഹങ്കാരികളോ ലൗകായഗതികരോ ആയിക്കൊള്ളട്ടെ, സെക്കുലർ ആയിട്ടുള്ള ആളുകൾ ആരും ആയിക്കൊള്ളട്ടെ, എല്ലായ്പ്പോഴും നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥനയെയും ജപമാലയെയും വെറുക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നു എന്നത് ശ്രദ്ധേയമാണ്. അതായത് ഈ ഒരു കാര്യത്തിൽ എന്താണെന്നറിയോ, ആരായിക്കൊള്ളട്ടെ, സാത്താൻ സേവകരായിക്കൊള്ളട്ടെ, ഫ്രീ മേസൺസ് ആയിക്കൊള്ളട്ടെ, കമ്മ്യൂണിസ്റ്റുകളായിക്കൊള്ളട്ടെ, നിരീശ്വരന്മാരായിക്കൊള്ളട്ടെ, ശീഷ്മക്കാരായിക്കൊള്ളട്ടെ, പാഷണ്ഡികളായിക്കൊള്ളട്ടെ, അതുമല്ലെങ്കിൽ സെക്കുലറിസം ആയിക്കൊള്ളട്ടെ, സുഖലോലുപരായിക്കൊള്ളട്ടെ, മദ്യാസക്തരായി ആരായിക്കൊള്ളട്ടെ, ദൈവത്തെ ഉപേക്ഷിച്ച് ദൈവത്താൽ തിരസ്കൃതരായി ദൈവസന്നിധിയിൽ നിന്നും അധപ്പതിച്ച് വീണുപോയി ലൂസിഫറിനെ പോലെ അങ്ങനെ കൈവിട്ടു പോയപ്പെട്ട ദൈവം പാപത്തിന് വിട്ടുകൊടുത്തൊരു ആത്മാവുണ്ടാവും. അങ്ങനെ വിട്ടുകൊടുക്കപ്പെട്ട സ്ഥിതിയിലാണെങ്കിൽ അവരിലെല്ലാം പ്രത്യക്ഷപ്പെടുന്ന പ്രകടമായ ഒരു ലക്ഷണത്തെക്കുറിച്ചാണ് നമ്മുടെ പ്രതിപാദിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. തിരസ്കൃതർ അവരാരുമായിക്കൊള്ളട്ടെ, പാഷണ്ഡികളോ നിരീശ്വരരോ അഹങ്കാരികളോ ലൗകാധികരോ സാത്താൻ സേവക്കാരോ വിമതന്മാരോ റിബല്യസ് ആയിട്ടുള്ള ആരും ആയിക്കൊള്ളട്ടെ,
നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥനയെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഇറിറ്റേഷൻ തോന്നും. ജപമാലയെക്കുറിച്ച് ഭയങ്കര വെറുപ്പ് തോന്നും. ജപമാല പൊട്ടിക്കാൻ തോന്നും. ജപമാലയും പ്രാർത്ഥനയും അവർ അവഗണിക്കും. മാക്സിമം ആ പ്രാർത്ഥനയ്ക്ക് കയറാതെയാവും. ആ സമയത്ത് അവർ പുറത്തു കൂടെ നടക്കും. പ്രാർത്ഥനയ്ക്ക് കയറാതെയാവും. പ്രിയപ്പെട്ട സഹോദരൻ, ഇത് തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. നമ്മളുടെ നല്ല വിധം പ്രാർത്ഥിക്കുന്ന ഒരാൾ വേറെ ഏതെങ്കിലും ഒരു സെക്റ്റിൻ്റെ പ്രവർത്തനം ആദ്യം ജപമാല പൊട്ടിച്ച് കളയാൻ പറയും, അല്ലെങ്കിൽ ജപമാല എടുത്ത് ചവിട്ടാൻ പറയും, അല്ലെങ്കിൽ മാതാവിൻ്റെ രൂപത്തെ ചവിട്ടാൻ പറയും. സാത്താൻ്റെ വെറുപ്പാണ് ആ കാണിക്കുന്നത്. സാത്താന് പൂർണ്ണമായും പിടിയിലായ ഒരു ആത്മാവിൻ്റെ വെറുപ്പാണ് ആ കാണിക്കുന്നത്. തുടർന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ലൗകായത് ആരുമാകട്ടെ എല്ലായ്പ്പോഴും അവർ കാണിക്കുന്നത് ആദ്യം മാതാവിൻ്റെ പ്രാർത്ഥനയോടും മാതാവിനോടുള്ള അടുപ്പത്തോടും മാതാവിനെക്കുറിച്ചുള്ള പ്രതിപാദിത പുസ്തകങ്ങളോടൊക്കെ വെറുപ്പും അവഗണനയും കാണിക്കാൻ തുടങ്ങും എന്നത് ശ്രദ്ധേയമാണ്. ആരും ആയിക്കൊള്ളട്ടെ, വൈദികരുടെ ഇടയിലായിക്കൊള്ളട്ടെ, സിസ്റ്റേഴ്സിൻ്റെ ഇടയിലായിക്കൊള്ളട്ടെ, സെമിനാരിക്കാരുടെ ഇടയിലായിക്കൊള്ളട്ടെ, ശുശ്രൂഷകരുടെ ഇടയിലായിക്കൊള്ളട്ടെ, ആരുടെ ഇടയിലായിക്കൊള്ളട്ടെ. തുടർന്ന് വീണ്ടും പറയുകയാണ്, പാഷണ്ഡികൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപം ചൊല്ലും, ബാക്കിയെല്ലാം ചെയ്യും. നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥനയോ ജപമാലയോ സ്തോത്രഗീതമോ പഠിക്കുകയാകട്ടെ, ചൊല്ലുകയാട്ടെ, അതിനെ മാനിക്കുകയാട്ടെ ഒന്നും ചെയ്യുകയില്ല. അവർക്കത് വിദ്വേഷജനകമാണ്. വിദ്വേഷം, വെറുപ്പ്. അവർ പറയുമ്പോൾ ഏറ്റവും ഹീനമായ വാക്കുകൾ കൊണ്ടാണ് പറയാൻ പോണത്. അവർക്കത് വിദ്വേഷജനകമാണ്. ഹീനമായ വാക്ക്, വളരെ മ്ലേച്ഛമായ വാക്കുകൾ ഉപയോഗിക്കും. അത്യാവശ്യം ഒരു മര്യാദയെങ്കിലും കാണിക്കണ്ടേ? ഒരു ചാരിറ്റി, ഒരു സ്നേഹം, ഒരു പരസ്നേഹത്തിൻ്റെ അവസ്ഥകളും കാണിക്കുന്നത്. നമ്മൾ സാധാരണ ആളുകളോട് പോലും ഒരു മര്യാദയ്ക്ക് സ്നേഹത്തിൽ സംസാരിക്കുകയുള്ളൂ. എന്നാൽ പരിശുദ്ധ മാതാവിനെക്കുറിച്ചും അല്ലെങ്കിൽ പരിശുദ്ധ മാതാവിനുള്ള ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഹീനമായ വാക്കുകൾ ഉപയോഗിക്കാൻ അവർ ശ്രദ്ധിക്കും. വിദ്വേഷജനകമായ ഹൃദയമാണത്. അവർക്ക് കൊന്ത ധരിക്കുന്നതിനേക്കാൾ ഇഷ്ടം പാമ്പിനെ ധരിക്കുന്നതാണ്. പാമ്പ് മാത്രമല്ല, ഒരുപാട് സാധനങ്ങളുണ്ട്. ലോകത്തിൻ്റെ ഒരുപാട് സാധനങ്ങളെ കെട്ടി വലിച്ചുകൊണ്ട് നടക്കും. എന്നാൽ ഉത്തരീയം, വെന്തിങ്ങ, ജപമാല ഇതിനോട് പുച്ഛം, ഒരു താല്പര്യമില്ല. അതിന് പാമ്പിനെ കെട്ടിക്കൊണ്ട് നടക്കും. കൊമ്പുള്ള, ഞാൻ ഓർക്കുന്നുണ്ട്, തലയോട്ടി കെട്ടിക്കൊണ്ട് നടക്കുന്നവരുണ്ട്. തലയോട്ടിയുടെ ഭാഗങ്ങൾ, കൊമ്പുള്ള സാധനങ്ങളെ കെട്ടിക്കൊണ്ട് നടക്കുന്നവരുണ്ട്. തേളിൻ്റെ രൂപം കെട്ടിക്കൊണ്ട് നടക്കുന്നവരുണ്ട്. പാമ്പിൻ്റെ രൂപം കെട്ടിക്കൊണ്ട് നടക്കുന്നവർ, ഒരുപാട് സാധനങ്ങൾ കെട്ടി വലിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട്. അവർക്ക് ദൈവിക സാധനങ്ങൾ അവരെ ശരീരം ധരിക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് കൊന്ത ധരിക്കുന്നതിനേക്കാൾ ഇഷ്ടം പാമ്പിനെ ധരിക്കുന്നതാണ്. അഹങ്കാരികളായ കത്തോലിക്കർക്ക് തങ്ങളുടെ പിതാവായ ലൂസിഫറിൻ്റെ അതേ പ്രവണതകൾ തന്നെയാണ് ഉള്ളത്. അവർ ഈ പ്രാർത്ഥനയോട് അവജ്ഞയോ നിഷ്പക്ഷതയോ അവഗണനയോ കാണിക്കുന്നു. ജപമാല അജ്ഞർക്കും വായിക്കാൻ അറിയാത്തവർക്കുമുള്ളതാണ് പോലും എന്ന് പറഞ്ഞ ജപമാല എന്ന് പറഞ്ഞാൽ ആർക്കാ? അത് ഭീരുക്കൾക്കുള്ളത്. അത് വെറുതെ കാര്യമൊന്നുമില്ല. ഒരുപാട് വലിയ തിയോളജിയോ വലിയ ടൈപ്പുള്ള പഠിപ്പൊക്കെ കഴിഞ്ഞവരുടെ ജീവിത രീതി ഒന്ന് പരിശോധിച്ച് നോക്കിക്കോ. ജപമാലയോട് താല്പര്യമില്ല. അതൊക്കെ അജ്ഞർക്കും നിരക്ഷര കുക്ഷികൾക്കും നിരാലംബർക്കും അനാഥർക്കും വിധവകൾക്കും എന്ന് പറഞ്ഞ പോലെ അതങ്ങോട്ട് തള്ളിവിട്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മുടെ അന്തസ്സിന് ചേരുന്നില്ല. നിത്യനാശത്തിൻ്റെ ദംശനമേറ്റ വേദനയുടെ ആത്മാക്കൾ അത് തിരിച്ചറിയണം. ഇത് നിസ്സാരമായത് മാതാവ് പ്രത്യക്ഷപ്പെട്ട് വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങൾ അവർ മഹാവിശുദ്ധന്മാർ എഴുതി വച്ചിരിക്കുകയാണ്. പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൃപ ലഭിച്ചവർ, എളിമയുള്ള ഹൃദയം, നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന ഇഷ്ടപ്പെടുന്നു. ഭയങ്കര ഒരു സന്തോഷമാണ് അവർക്കത് ചൊല്ലുന്നത്. അവരെ ഒത്തിരി വിലമതിക്കുന്നു. ഒരുപാട് സന്തോഷത്തോടെ ആ പ്രാർത്ഥനകൾ ഉരുവിടുകയും ചെയ്യുന്നു. അനുഭവം ഇങ്ങനെയാണ് വ്യക്തമാക്കുന്നത്. അവർ ദൈവത്തോടെ എത്രയധികം അടുക്കുന്നുവോ അത്രയധികം ഈ പ്രാർത്ഥനയെ ഇഷ്ടപ്പെടുന്നു. എത്രയധികം ദൈവത്തോട് അടുക്കുന്നുവോ അത്രയധികം ഈ പ്രാർത്ഥനകൾ ഇഷ്ടപ്പെടുന്നു. എത്രയധികം ദൈവത്തിൽ നിന്ന് സാത്താൻ അകറ്റുന്നു, എത്രയധികം സാത്താനോട് അടുക്കുന്നുവോ അത്രയധികം ഈ പ്രാർത്ഥനയെ വെറുക്കുന്നു. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പറഞ്ഞിരിക്കുന്നൊരു കൊട്ടേഷൻ ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന പുസ്തകത്തിൽ ഞാൻ ശ്രദ്ധിച്ചു. അതിങ്ങനെയാണ്: ഒരു വ്യക്തി മറിയത്തോട് എത്ര കൂടുതൽ ഐക്യപ്പെട്ടിരിക്കുന്നുവോ അത്രയും കൂടുതലായി മറിയം ആ വ്യക്തിയെ ദൈവത്തോട് ഐക്യപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് ഉടലെടുക്കുന്ന മറ്റൊരു സത്യം ഇതാണ്: ഒരു വ്യക്തി മറിയത്തിൽ നിന്ന് എത്ര അകലുന്നുവോ
അത്രയും അധികമായി സാത്താൻ ആ വ്യക്തിയെ തന്നോട് തന്നെ അടുപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ തിരിച്ചും പറയാം, ഒരു വ്യക്തി ദൈവത്തോട് എത്ര അടുക്കുന്നുവോ അത്രയും മാതാവിൻ്റെ പ്രാർത്ഥനകൾ ഭയങ്കര ഇഷ്ടമായിരിക്കും, ഭയങ്കര ടേസ്റ്റായിരിക്കും, ഭയങ്കര സന്തോഷമായിരിക്കും. ഒരു വ്യക്തി സാത്താനോട് എത്ര അടുക്കുന്നുവോ അത്രയും മാതാവിനോട് വെറുപ്പ്, നന്മ നിറഞ്ഞ എന്ന പ്രാർത്ഥനയോട് വെറുപ്പ്, മാതാവിൻ്റെ രൂപത്തോട് വെറുപ്പ്, മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നത് അവജ്ഞ, ജപമാല ചൊല്ലുന്നത് നാണക്കേട്, ജപമാല ധരിക്കുന്നത് ഒരു പരിഹാസം, പുച്ഛം, നാണക്കേട്, വിലയില്ലാത്തത്. ഇതൊരാത്മീയ യാഥാർത്ഥ്യമാണ്. ചരിത്രത്തിൻ്റെ വളരെയധികം സാത്താൻ്റെ ആക്രമണങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട് പലർക്കും പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ ജപമാല ചൊല്ലുക, നിങ്ങൾ ആവർത്തിച്ച് ജപമാല ചൊല്ലുക. 1170കളിലാണ് 1170 തൊട്ടാണ് വിശുദ്ധ ഡൊമിനിക്കിൻ്റെ കാലഘട്ടം. 1200 തൊട്ടൊക്കെ അദ്ദേഹം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ആ കാലഘട്ടത്തിൽ സഭയെ ഒരുപാട് പിടിച്ചു കുലുക്കിയ ഒരു പാഷണ്ഡതയാണ് അൽബേജനിസം. ആ അൽബേജനിയൻ പാഷണ്ഡത ആ സമയത്ത് എത്ര നോക്കിയിട്ട് അവരെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത വിധം അവർ പിശാചിൻ്റെ അടിമത്തത്തിലേക്ക് പോയി. ആ സമയത്ത് വിശുദ്ധ ഡൊമിനിക് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പ്രതിപാദനം ശ്രദ്ധിക്കാം. 1206 ഫ്രാൻസിലെ പ്രൊവില്ലോ എന്ന സ്ഥലത്ത് വെച്ച് വിശുദ്ധ ഡൊമിനിക് ഗുസ്മാന് പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അന്ന് അൽബിജൻസ്യൻ പാഷണ്ഡത സഭയിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന കാലം. കുടുംബജീവിതം പാപമാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് സഭാ പ്രബോധനങ്ങൾക്കെതിരെ പാഷണ്ഡികൾ നിലകൊണ്ടു. പാഷണ്ഡികൾക്കെതിരെ പോരാടി വേദനയോടെ മടുത്ത് പരിശുദ്ധ മാതാവിൻ്റെ അൾത്താരയ്ക്ക് മുമ്പിലിരുന്ന് മുട്ടുമേൽ നിന്ന് ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു വിശുദ്ധ ഡൊമിനിക്. അങ്ങനെ വിശുദ്ധ ഡൊമിനിക് മണിക്കൂറുകൾ മാതാവിന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ മാതാവ് വിശുദ്ധന് പ്രത്യക്ഷപ്പെട്ടു. പാഷണ്ഡികളുടെ പീഡകളിൽ നിന്ന് സഭാമക്കളെ രക്ഷിക്കാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ മാതാവ് ആവശ്യപ്പെടുകയും ജപമാല ചൊല്ലാൻ വിശുദ്ധനെ പഠിപ്പിക്കുകയും ചെയ്തു. ശ്രദ്ധിച്ചു നോക്കിയേ, ജപമാല ചൊല്ലാൻ പറയുക മാത്രമല്ല, ജപമാല ചൊല്ലാൻ വിശുദ്ധ ഡൊമിനിക്കിനെ മാതാവ് പഠിപ്പിച്ച് ജപമാല വിശുദ്ധ ഡൊമിനിക്കിന് മാതാവ് കൊടുത്തു. വിശുദ്ധനെ ജപമാല ചൊല്ലാൻ പഠിപ്പിച്ചു. എന്നിട്ട് ജപമാല വിശുദ്ധ ഡൊമിനിക്കിന് മാതാവ് കൊടുത്തു. ജപമാല ഉണ്ടാക്കാനും പഠിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് കെട്ടിയുണ്ടാക്കാൻ പഠിപ്പിച്ചു. കല്ലൊക്കെ എടുത്ത് കെട്ടാൻ പറഞ്ഞു. തുടർന്ന് വായിച്ചു നോക്കിയേ, നമുക്ക് കാണാൻ സാധിക്കും അന്ന് മാതാവ് ദുഃഖത്തിൻ്റെയും മഹിമയുടെയും സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ വിശുദ്ധ ഡൊമിനിക്കിനെ പഠിപ്പിച്ചു. മാത്രമല്ല, ഒരു ചരടെടുത്ത് അതിൽ 5 വലിയ കെട്ടും 50 ചെറിയ കെട്ടുകളും ഉണ്ടാക്കി കൊന്ത ഉണ്ടാക്കാനും അന്ന് മാതാവ് വിശുദ്ധ ഡൊമിനിക്കിനെ പഠിപ്പിച്ചു. തുടർന്ന് അദ്ദേഹം ഇടവകകൾ തോറും നടന്ന് കൊന്ത ചെല്ലാനും പാഷണ്ഡികളുടെ മാനസാന്തരത്തിനെ പ്രാർത്ഥിക്കുവാനും ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു. ഈ പ്രാർത്ഥനയുടെ ഫലം അത്ഭുതാവഹമായിരുന്നു. ആയിരക്കണക്കിന് അൽബജൻസ്യൻ പാഷണ്ഡതികൾ തെറ്റുപേക്ഷിച്ച് കത്തോലിക്ക വിശ്വാസത്തിലേക്ക് സഭയിലേക്ക് തിരിച്ചു വന്ന് വലിയൊരു റിവൈവൽ, വലിയൊരു ഉണർവ് ഫ്രാൻസിൽ അങ്ങോളം ഇങ്ങോളം അലയടിക്കാൻ തുടങ്ങി. ആ കിരാതമായ അന്ധകാരത്തിൻ്റെ പീഡയിൽ നിന്ന് ആ പ്രദേശത്തെ സഭയെ രക്ഷിക്കാൻ പരിശുദ്ധ മാതാവ് വിശുദ്ധ ഡൊമിനിക്കിന് കൊടുത്ത മാർഗമായിരുന്നു ജപമാല ചൊല്ലുക. ജനങ്ങളെ കൂട്ടമായി ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് ജപമാല ചൊല്ലാൻ പഠിപ്പിക്കുക. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ്റെ തല തകരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, എന്നിട്ട് മാതാവ് ജപമാല കൊന്ത ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. ഒരു ചരടെടുത്ത് 5 വലിയ കെട്ടിടുക, പിന്നെ 10 ചെറിയ 50 ചെറിയ കെട്ടുകളിടുക. കൊന്ത ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മഹിമയുടെ രഹസ്യങ്ങളെല്ലാം ഡൊമിനിക്കിനെ പഠിപ്പിച്ചു. ജനങ്ങളെ പഠിപ്പിക്കാൻ പറഞ്ഞു. പള്ളിയിലേക്ക് വിളിച്ചിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കൊന്തയെല്ലാം പറഞ്ഞു. അതുപോലെ തന്നെ അത് 1200കളിലാണ് എന്ന് പറഞ്ഞാൽ, അതായത് 8 നൂറ്റാണ്ടിന് മുമ്പ്. അതിനുശേഷം പിന്നെ ലൂർദിൽ 1856 ലൂർദിൽ പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ലൂർദിലെ ഒരു കൊച്ചു ഗ്രാമത്തിലൊരു ദരിദ്ര കുടുംബത്തിലെ കുട്ടികളായിരുന്നു 14 വയസ്സുള്ള ബർണദീത്തായും അനിയത്തി ട്വാനയും. അക്ഷരാഭ്യാസമില്ലാതെ ജനിച്ചു വളർന്നവർ 1856 ഫെബ്രുവരി 11 കൂട്ടുകാരിയോടൊപ്പം മസബിയേൽ എന്ന വനത്തിലേക്ക് വിറക് ശേഖരിക്കാൻ വേണ്ടി പോവുകയായിരുന്നു. വഴിമധ്യയുള്ള അരുവി കടക്കുന്നതിന് രോഗിയായ ഭരണതീതയ്ക്ക് സാധ്യമല്ലാത്തതിനാൽ അവൾ ഇക്കരെ നിന്നു. പെട്ടെന്ന് ഒരു കാറ്റ് വീശി.
അടുത്തുള്ള ഗ്രോട്ടോയിലേക്ക് അവളെ ആരോ വിളിക്കുന്നത് പോലെ തോന്നി. അവൾ നോക്കിയപ്പോൾ വെള്ള വസ്ത്രവും നീല നിറത്തിലുള്ള അരക്കെട്ടും അതേ നിറത്തിലുള്ള ശിരോവസ്ത്രവും ധരിച്ച് ഒരു സ്വർണ്ണമാല കയ്യിലേന്തി ഒരു യുവതി നിൽക്കുന്നു. ഒരു സ്വർണ്ണ പ്രകാശം അവളുടെ പാദത്തെ മൂടിയിരുന്നു. ബർണദീത്തയും ആ സ്ത്രീയും ഒരുമിച്ച് ജപമാല ചൊല്ലി. മാതാവ് വിളിച്ചാൽ മാതാവിൻ്റെ കൂടെ നിർത്തി ജപമാല ഒരുമിച്ചിരുന്ന് ചൊല്ലുക. വിശുദ്ധ ഡൊമിനിക്കിനെ പഠിപ്പിച്ച് വിശുദ്ധ ഡൊമിനിക്കും മാതാവ് ഒരുമിച്ച് ജപമാല, ഇതാ ബർണദീത്തയും മാതാവ് ഒരുമിച്ച് ജപമാല ചൊല്ലുക. ആ സ്ത്രീ ഒരുമിച്ച് ജപമാല ചൊല്ലി. ത്രിത്വസ്തുതി മാത്രമേ ആ സ്ത്രീ ചൊല്ലിയിരുന്നുള്ളൂ. പ്രാർത്ഥനയുടെ അവസാനം പുഞ്ചിരി തൂക്കിക്കൊണ്ട് അവൾ അപ്രത്യക്ഷയായി. 1856 ലൂർദിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ലോകത്തിൻ്റെ നവീകരണത്തിനുവേണ്ടി ജപമാല ചൊല്ലാൻ ആവശ്യപ്പെട്ടു. പ്രയർ, പെനൻസ്, ഇത് തന്നെ എപ്പോഴും പറഞ്ഞു, പെനൻസ് പെനൻസ് പെനൻസ്, പരിത്യാഗം. ആ കൂട്ടത്തിൽ തന്നെ മാതാവ് പറഞ്ഞ പ്രാർത്ഥന, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, പെനൻസ് എടുക്കുക, പരിഹാരം ചെയ്യുക. ജപമാല ചൊല്ലി മാതാവ് അവിടെ നിന്നു. കയ്യിൽ ജപമാല, മാതാവിൻ്റെ കയ്യിൽ ജപമാലയോട് കൂടെയാണ് മാതാവ് അവിടെ നിൽക്കുന്നത്. എന്നിട്ട് കുട്ടിയോട് ജപമാല എടുക്കാൻ പറഞ്ഞു. ജപമാല കയ്യിലെടുക്കാൻ പറഞ്ഞു ഈ ബർണദീത്തയോട്. എന്നിട്ട് ജപമാല കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ വില മാതാവ് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഈ കുട്ടി ജപമാല ചൊല്ലി കഴിയുമ്പം ത്രിത്വസ്തുതിയുടെ സമയം വരുമ്പം ആ ത്രിത്വസ്തുതി സമയത്ത് മാതാവും കൂടെ കൂടി ഉത്തരം പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരുമിച്ച് ജപമാല ചൊല്ലിയ ബർണദീത്ത. അതുപോലെ 1917 എന്ന് പറഞ്ഞാൽ ഫാത്തിമയിലുള്ള പ്രത്യക്ഷീകരണം. ഫാത്തിമ മാതാവ് പ്രത്യക്ഷപ്പെട്ട് 1917 മെയ് 12 കുട്ടികൾ മേച്ചിൽ സ്ഥലത്ത് ആടിനെ മേയ്ക്കാൻ പോകുമ്പോൾ പെട്ടെന്നൊരു ഇടിമിന്നൽ പോലെ ദൃശ്യം കണ്ടു. അല്പസമയത്തിനുള്ളിൽ കയ്യിലൊരു ജപമാലയുമായി ധവളവസ്ത്രധാരിയായ ഒരു സ്ത്രീ ലൂസി ധൈര്യം അവലംബിച്ച് ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? അവൾ പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന്. അവൾ തുടർന്നു, 6 മാസത്തേക്ക് തുടർച്ചയായി ഇതേ സമയത്ത് ഞാനിവിടെ വരും. മാസത്തിൻ്റെ 13-ാം ദിവസം നിങ്ങളിവിടെ വരിക. അപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്താം. വീണ്ടും ജൂലൈ മാസത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട്, ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപം ക്ഷമിക്കണമേ, നരകാഗ്നി രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ എന്ന് ജപമാലയിലെ ഓരോ രഹസ്യത്തിന് ശേഷവും ചൊല്ലാൻ ആവശ്യപ്പെട്ടു. ഇതിൻ്റെ പേരാണ് ഫാത്തിമ ജപം. ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു കൊടുത്ത ഈ പ്രാർത്ഥനയാണ് നമ്മൾ കൊന്ത ചെല്ലുമ്പോൾ ഓരോ രഹസ്യം കഴിയുമ്പോൾ നമ്മൾ ചെല്ലുന്നത്. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്നുള്ള ആ പ്രാർത്ഥന, ഫാത്തിമ ജപം. അന്ന് മാതാവ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. അടുത്തത്, ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ഈ സംഭവത്തിൽ അസന്തുഷ്ടനായ പോർച്ചുഗലിലെ മേയർ കുട്ടികളെ ജയിലിൽ പിടിച്ചടച്ചു. ഈ സംഭവങ്ങൾ വ്യാജമാണെന്ന് പറയാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്തു. അടുത്ത പ്രത്യക്ഷീകരണ ദിവസം കുട്ടികൾ ജയിലിലായിരുന്നു. കുട്ടികളെ കാണാതെ ഗോവയിലെ ജനങ്ങൾ മേച്ചിൽ സ്ഥലത്തെത്തി. അവർക്കും പരിശുദ്ധ അമ്മ പ്രത്യക്ഷയായി. 1917 ഒക്ടോബർ 13 മാതാവ് അവസാനമായി അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ജപമാല രാജ്ഞി എന്നാണ് തന്നെക്കുറിച്ച് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തിയത്. അന്നേ ദിവസം 70,000-ഓളം ജനങ്ങൾ അവിടെ സമ്മേളിച്ചിരുന്നു. ആ സമയം ഏതാണ്ട് 12 മിനിറ്റോളം സൂര്യൻ പ്രത്യേക വെളിച്ചത്തിൽ ശോഭിച്ചു. അനേക രോഗികൾ തത്സമയം സൗഖ്യം പ്രാപിച്ചു. ഏതാണ്ട് 70,000-ഓളം പേര് അന്ന് അവിടെ സമ്മേളിച്ചു. കാരണം മാതാവ് പറഞ്ഞു എല്ലാ മാസം 13-ാം തീയതി പ്രത്യക്ഷപ്പെടും, അവിടെ വരാനായിട്ട് കുട്ടികൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടികളിത് പലരോടും പറഞ്ഞു. ജനങ്ങൾ എല്ലാ ഭാഗത്തുനിന്ന് ഒഴുകി അവിടെ എത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് ഫാത്തിമയിൽ പരിശുദ്ധ മാതാവ് ജപമാലയും കയ്യിൽ പിടിച്ചു വന്ന് ജപമാല ചൊല്ലാൻ പറയുകയാണ്. എന്നിട്ട് ജപമാലയുടെ ഓരോ രഹസ്യം കഴിയുമ്പോഴും ഫാത്തിമ ജപം, ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ആ ജപം ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് അവരെ പഠിപ്പിക്കുക. എന്നിട്ട് പരിശുദ്ധ മാതാവ് തന്നെ പരിചയപ്പെടുത്തുകയാണ്, ഞാൻ ജപമാല രാജ്ഞിയാണ്, ഞാൻ ജപമാല രാജ്ഞിയാണ്. റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനും വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കാനും പരിശുദ്ധ അമ്മ ആഹ്വാനം ചെയ്ത്, നമുക്ക് വിമല ഹൃദയ പ്രതിഷ്ഠ, ജപമാല പ്രാർത്ഥന, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന, ഫാത്തിമ ജപം, മറിയത്തിൻ്റെ സ്തോത്രഗീതം, ഇതൊന്നും ഒരു വിലയില്ല. അതിൻ്റെ കാരണം നമ്മുടെ ആത്മാവ് ദൈവത്തിൽ നിന്നകന്ന് സാത്താനോട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ പ്രകടമായ ലക്ഷണമാണത്. നമുക്ക് പ്രായം കൂടി എന്നതിൻ്റെ ലക്ഷണമല്ല അത്. നമ്മുടെ ആത്മാവ് ദൈവത്തിൽ നിന്നകന്നു, നമ്മുടെ ആത്മാവ് സാത്താനോട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ പ്രകടമായ ലക്ഷണമാണത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥ മരിയ ഭക്തി എന്ന പുസ്തകത്തിൽ
ലൂയി ഡി മോൺഫോർട്ട് എന്ന് പറഞ്ഞ വിശുദ്ധൻ 251 പാരഗ്രാഫിൽ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ഒരാൾ ദൈവത്തിനുള്ളവനാണോ അതോ ലോകത്തിനുള്ളവനാണോ എന്നറിയുവാൻ ഞാൻ സ്വീകരിക്കുന്ന ഏറ്റവും നല്ല മാർഗം അയാൾ നന്മ നിറഞ്ഞ മറിയവും ജപമാലയും ചൊല്ലുവാൻ ഇഷ്ടപ്പെടുന്നുവോ എന്ന് പരിശോധിക്കുകയാണ്. എന്തുകൊണ്ട് അങ്ങനെ ആയിരിക്കണമെന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ ഇത് പരമാർത്ഥമാണ്. അവന് അതിനിഷ്ടമുണ്ടോ എന്നതാണ് പ്രശ്നം. പ്രകൃതിയാലോ പ്രകൃതി അതീതമായോ ഏതെങ്കിലും കാരണത്താൽ ചിലർക്ക് അത് ചൊല്ലാൻ സാധിക്കാത്ത അവസ്ഥയായിരിക്കാം. പ്രായം വന്നു, രോഗം വന്നു, ചൊല്ലാൻ പറ്റുന്നില്ല, ചുണ്ടനക്കാൻ പറ്റുന്നില്ല. എന്നിരുന്നാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിനൊരു സ്നേഹം തോന്നണം, അതിനോടൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ ഒരു കൃപ, ഒരു ആത്മീയ സ്ഫുലിംഗം അവിടെയുണ്ട്. എന്നാൽ അതിനോട് വെറുപ്പ്, അതിനോട് വിദ്വേഷജനകമായ മെൻറ്റാലിറ്റി, അതിനെ അവഗണിക്കുക, താല്പര്യമില്ല, ഒഴിഞ്ഞു മാറുക, വെട്ടിമാറുക, ഇങ്ങനത്തെ ഒക്കെ സ്വഭാവം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൽ നിന്നും അകന്നു പോയി സാത്താൻ്റെ അടുത്തേക്ക് അത് അടുത്തു കഴിഞ്ഞു, സാത്താൻ ആ ആത്മാവിനെ സാത്താനിലേക്ക് അടുപ്പിച്ചു എന്നതിൻ്റെ ഒരു അടയാളമായിട്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കണം, ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. വീണ്ടും നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കി. ഇത് ആരാ ശരിക്കും പറഞ്ഞത്? ദൈവകൃപ നിറഞ്ഞവളെ, നന്മ നിറഞ്ഞ മറിയമേ. സ്വർഗത്തിലെ പിതാവായ ദൈവം പരിശുദ്ധ മാതാവിനെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ദൂതന്മാരെ ഏൽപ്പിച്ച വാക്കുകളാണത്. അപ്പോൾ സ്വർഗത്തിലെ പിതാവ് എത്രമാത്രം പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. വായിച്ചു നോക്കിയേ 252 പാരഗ്രാഫ്. തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളെ, വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് അഭിസംബോധന ചെയ്യുകയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളെ, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായത് നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥനയാണ് എന്ന് ഗ്രഹിക്കുവീൻ. അതാണ് മറിയത്തിന് കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്ന ഏറ്റവും നല്ല അഭിസംബോധന. കാരണം സ്വർഗസ്ഥനായ പിതാവ് ആ ഒരു വാക്ക് പറഞ്ഞാണ് അഭിസംബോധന ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധ മാതാവിനൊരു നല്ല അഭിവാദനം, ഒരു നല്ല അഭിസംബോധന, മാതാവിന് യോഗ്യമായ ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തോട് ചേർന്ന്, സ്വർഗപിതാവിനോട് ചേർന്ന് ഈ വാക്ക് പറയുക. എന്താണ്? ദൈവകൃപ നിറഞ്ഞവളെ, നന്മ നിറഞ്ഞ മറിയമേ എന്ന് സ്വർഗപിതാവ് പറഞ്ഞ അതേപോലെ അപ്പനോട് ചേർന്ന് വിളിക്കുക. അതാണ് മറിയത്തിന് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന വാക്കുകളിൽ ഏറ്റവും നല്ല അഭിവാദന വാക്ക്. അവളുടെ ഹൃദയം കവരുവാൻ ഒരു മുഖ്യദൂതൻ വഴി അത്യുന്നതനായ ദൈവം കൊടുത്തയച്ച അഭിവാദനമാണ് ഈ പ്രാർത്ഥന. അത്യഗാധമായ എളിമയുണ്ടായിരുന്നിട്ടും മനുഷ്യ അവതാരത്തിന് സമ്മതം നൽകുവാൻ അവളെ നിർബന്ധിക്കത്തക്കവണ്ണം സുശക്തമായിരുന്നു ആ അഭിവാദനത്തിൻ്റെ വശ്യശക്തി. അത്രമാത്രം ഗഹനമായ രമണീയത കൊണ്ട് ആ വാക്കുകൾ നിറഞ്ഞിരുന്നു. അനുയോജ്യമാം വിധം ഈ അഭിവാദനം ചൊല്ലിയാൽ നിനക്കും സംശയമന്യേ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ അമ്മയുടെ ഇഷ്ടത്തും ആ പരിശുദ്ധ അമ്മയുടെ ആ വലിയ വാത്സല്യ ആ ഒരു ഹൃദയ അടുപ്പത്തിലേക്ക് കടക്കാൻ നമുക്ക് കഴിയും. നന്നായിട്ട് വൃത്തിയായിട്ട് ചെല്ലുക എന്ന് പറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആ ഒരു അനുഭവത്തിൽ, ആ ഒരു കൂട്ടായ്മയിൽ പരിശുദ്ധ അമ്മയെ സ്നേഹത്തോടെ, ഒരുപാട് ആദരവോടെ ആ വാക്കുകൾ ചൊല്ലി അഭിസംബോധന ചെയ്താൽ പരിശുദ്ധ അമ്മ അവിടെയുണ്ട്. അവിടെ പരിശുദ്ധാത്മാവ് നിറയും, അവിടെ സ്വർഗത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. തുടർന്ന് 253 പാരഗ്രാഫ്, നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന ശ്രദ്ധയോടും ഭക്തിയോടും വിനയത്തോടും കൂടി നിർത്തി ചൊല്ലുമ്പോൾ അത് പിശാചിനെ പലായനം ചെയ്യിക്കുന്ന, പിശാചിനെ ഇടിച്ചു തകർക്കുന്ന ശത്രുവും അവനെ ഇടിച്ചു പൊടിക്കുന്ന കൂടവുമായി മാറും. പിശാച് അത്രയും ഭയപ്പെടുന്ന പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന. വിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടി ജപിക്കുന്നത്. വിശുദ്ധരുടെ അഭിപ്രായത്തിൽ ആത്മാവിൻ്റെ വിശുദ്ധിയും മാലാഖമാരുടെ സന്തോഷവും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗാനവും പുതിയ നിയമത്തിലെ സങ്കീർത്തനവും മറിയത്തിൻ്റെ ആനന്ദവും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മഹത്വവുമാണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന. ആത്മാവിനെ ഫലപുഷ്ടമാക്കുവാൻ സ്വർഗത്തിൽ നിന്നും പെയ്യുന്ന മഞ്ഞുതുള്ളി പോലെയാണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന. സ്വർഗം
നൽകിയിരിക്കുന്ന പ്രാർത്ഥനയാണ്, സ്വർഗം നൽകിയിരിക്കുന്ന വാക്കുകളാണ്. പരിശുദ്ധ മാതാവിനെ അഭിവാദനം ചെയ്യാൻ സ്വർഗം നൽകിയിരിക്കുന്ന വാക്കുകളാണ്. ദൈവകൃപ നിറഞ്ഞവളെ, നന്മ നിറഞ്ഞ മറിയമേ എന്ന ഈ പ്രാർത്ഥന. ഇത് സാത്താൻ ഭയപ്പെടുന്നു. ഈ ഒരു വാക്ക് ലോകത്തിൽ ഉച്ചരിച്ചുകൊണ്ടാണ് മനുഷ്യാവതാരത്തിൻ്റെ ഒരു ഘട്ടം ആരംഭിച്ചത്. ഈ വാക്കും ഈ പ്രാർത്ഥനയും സാത്താൻ അത്യധികം ഭയപ്പെടുന്നു. അതുകൊണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഇത് തുടച്ചു മാറ്റാനും ഇത് ബ്ലോക്ക് ചെയ്യാനും ഇതിൽ നിന്ന് അകറ്റാനും അവൻ വിദ്വേഷത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ ആ ഒരു അഭ്യർത്ഥനയോട് ചേർന്ന് ഞാനും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. 254 പാരഗ്രാഫ്. ഓരോ ദിവസവും 53 മണി ജപം നന്നായി ഭക്തിപൂർവ്വം ജപിക്കുക. സമയമുണ്ടെങ്കിൽ 153 മണി ജപം തന്നെ 4 രഹസ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു മുഴുവൻ കൊന്തയും ചെല്ലാൻ പരിശ്രമിക്കുക. എങ്കിൽ എൻ്റെ വാക്കുകളെ ശ്രവിച്ച സമയം അനുഗ്രഹീതം എന്ന് മരണനേരത്ത് നീ പറയും എന്ന് പറഞ്ഞാൽ പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിക്കും പറഞ്ഞല്ലേ, ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണനേരത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. അതാണ് പറയണത്. അങ്ങനെ നീ ചെല്ലും തോറും ഈശോയുടെയും മറിയത്തിൻ്റെയും ആശീർവാദത്തോടുകൂടി വിതയ്ക്കുന്ന നീ സ്വർഗത്തിൽ നിത്യാനുഗ്രഹം കൊയ്തെടുക്കും. 2 കൊരിന്തോസ് 9:6 ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ ഇതിൻ്റെ അർത്ഥം? ദൈവം നമുക്ക് തരുന്ന സമയത്ത് സാധിക്കുന്നിടത്തോളം ജപമാല ചൊല്ലുക, സാധിക്കുന്നിടത്തോളം നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഒരു പ്രശ്നം വരുമ്പോൾ ഇതും ചൊല്ലി പ്രാർത്ഥിച്ചൊന്ന് പരീക്ഷിച്ച് നോക്കിക്കേ. ഒരു ബുദ്ധിമുട്ട് വരുമ്പം ഒരു നിയോഗം വെച്ച് ഈ പ്രാർത്ഥന ജപമാല അല്ലെങ്കിൽ നന്മ നിറഞ്ഞ മറിയുമെന്ന പ്രാർത്ഥന ബോധപൂർവ്വം വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇതുപോലെ വളരെ ശക്തിയുള്ള മറ്റൊരു പ്രാർത്ഥനയാണ് മാതാവിൻ്റെ സ്തോത്രഗീതം. മാതാവിൻ്റെ സ്തോത്രഗീതം കാണാതെ പഠിച്ച് ചൊല്ലുന്നത് നല്ലതാണ്. എൻ്റെ ശ്രദ്ധയിലേക്ക് ഞാൻ ഈ പുസ്തകം പഠിച്ചപ്പോഴാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായത്. ഇതുവരെ അതിനെക്കുറിച്ച് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലായിരുന്നു. എൻ്റെ ദൈവമേ, ഈ സമയത്തെങ്കിലും എന്നെക്കുറിച്ച് ബോധ്യം തന്നതിന് ഞാൻ നന്ദി പറയുന്നു. ജപമാല, നന്മ നിറഞ്ഞ മറിയുമെന്ന പ്രാർത്ഥന, അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് പരിശുദ്ധ മാതാവിൻ്റെ സ്തോത്രഗീതം. അതിങ്ങനെ ചൊല്ലാൻ പഠിക്കണം, അത് കാണാതെ പഠിച്ച് ചൊല്ലാൻ തുടങ്ങണം. പുതിയ കാലത്ത്, ഈ കാലത്ത് ഒത്തിരി പേര് അങ്ങനെ ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പഴയ കാലത്ത് ചിലരൊക്കെ അത് അങ്ങനെ ഒരു ഉൾക്കാഴ്ച കിട്ടാതെ പോയിട്ടുണ്ട്. എന്താണ് ഈ സ്തോത്രഗീതത്തിൻ്റെ പ്രത്യേകത? 255 പാരഗ്രാഫ്, യഥാർത്ഥ മരിയഭക്തി എന്ന പുസ്തകത്തിലെ 255 പാരഗ്രാഫ്. ഈ ഭക്തി അഭ്യസിക്കുന്നവർ മറിയത്തിന് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ദൈവത്തിന് കൃതജ്ഞത പ്രകടിപ്പിക്കുവാൻ മറിയത്തിൻ്റെ സ്തോത്രഗീതം പലപ്പോഴും ചൊല്ലും. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്കൊരു അനുഗ്രഹം ഉണ്ടായാലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആ സ്തോത്രഗീതം ചൊല്ലി ദൈവത്തിന് സ്തുതികൾ കൊടുക്കും. ഇത് ഭയങ്കര, അതായത് ഈ ഭൂമിയിൽ എല്ലാ സൃഷ്ടികളിലും വെച്ച് ഏറ്റവും ഉന്നത സൃഷ്ടിയായി ദൈവം ആദരിച്ച പരിശുദ്ധ മാതാവ് ദൈവത്തിന് കൊടുത്ത സ്തുതിയാണത്. ആ സ്തുതിയോട് ചേർന്ന് നമ്മളും സ്തുതിക്കുമ്പോൾ അത് വളരെയധികം സ്വീകാര്യമായ ഒരു ബലിയായി മാറും. എന്നാണ് പറയണത്, ഈ ഭക്തി അഭ്യസിക്കുന്നവർ മറിയത്തിന് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ദൈവത്തിന് കൃതജ്ഞത പ്രകടിപ്പിക്കുവാൻ മറിയത്തിൻ്റെ സ്തോത്രഗീതം പലപ്പോഴും ചെയ്യും. ഇനി നമുക്കൊരു അനുഗ്രഹം കിട്ടിയില്ലെങ്കിലും നമ്മൾ മാതാവിനോട് ദൈവം കാണിച്ച വലിയ സ്നേഹത്തിനും ആദരവിനും മാതാവിനോട് ചേർന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. വാഴ്ത്തപ്പെട്ട മരിയയും പല വിശുദ്ധന്മാരുടെയും മാതൃക ഈ കാരണത്തിന് അനുകരണീയമാണ്. പരിശുദ്ധ കന്യകയുടെ സ്വന്തമായ ഏക പ്രാർത്ഥന, ഏക ഗാനം ഈ സ്തോത്രഗീതമാണ്. അവളുടെ അധരങ്ങൾ വഴി സംസാരിച്ചത് ഈശോ ആയിരുന്നതിനാൽ, അവളുടെ അധരങ്ങൾ വഴി സംസാരിച്ചത് യേശു, അവളുടെ അധരങ്ങൾ വഴി സംസാരിച്ചത് ദൈവത്തിൻ്റെ ആത്മാവ്. അവിടെ നിന്നാണ് ആ സ്തോത്രഗീതത്തിൻ്റെ കർത്താവ് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. കൃപാവരത്തിൻ്റെ തലത്തിൽ പരിശുദ്ധയായ സൃഷ്ടിയിൽ നിന്ന് ഇതായിരുന്നു ദൈവം സ്വീകരിച്ച ഏറ്റവും വിശിഷ്ടമായ സ്തുതിയുടെ ബലി. അപ്പോൾ ദൈവപിതാവിനൊരു സ്തുതിയുടെ ബലി മാതാവിൻ്റെ അധരങ്ങളിലൂടെ വെക്കാൻ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ഉള്ളിൽ വസിച്ച ഈശോ കൊടുത്ത ഒരു വലിയ ദൈവത്തിനൊരു വലിയ സ്തുതിയുടെ ബലിയായിരുന്നു ഈ സ്തോത്രഗീതം. അപ്പം അതുകൊണ്ട് നമ്മുടെ നന്മകളിൽ നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പോഴും മാതാവിൻ്റെ സ്തോത്രഗീതം മാതാവിനോട് ചേർന്ന് ആലപിക്കാം. മാതാവിൻ്റെ നന്മയെ ഓർത്തും മാതാവിനെ നമുക്ക് തന്നതിനെ ഓർത്തും ആ സ്തോത്രഗീതം ഇടയ്ക്കിടയ്ക്ക് ചൊല്ലുന്നത് നല്ലതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇങ്ങനെ ചൊല്ലുമ്പോൾ ചിലർക്കൊരു ടെൻഷൻ, എന്താ നമ്മളിങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് ചൊല്ലി മാതാവിനോടുള്ള ഭക്തി കൂടുതലായി പോകും, ദൈവത്തോടുള്ള ഭക്തി കുറഞ്ഞു പോകുമോ എന്ന്. അതിനെക്കുറിച്ച് ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന പുസ്തകത്തിൽ വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് കൊടുക്കുന്ന ഒരു പ്രബോധനമുണ്ട്. സ്വർഗവും ഭൂമിയും പരിശുദ്ധ കന്യകയുടെ തൃപ്പാദങ്ങളിൽ അർപ്പിക്കുന്ന സർവ്വ ബഹുമതിയും അവിടുത്തെ സ്രഷ്ടാവ് ഈ കന്യകയ്ക്ക് നൽകുന്ന മഹത്വത്തോടും ബഹുമതിയോടും തട്ടിച്ചു നോക്കുമ്പോൾ ഒന്നുമല്ല.
നമ്മുടെ ഈ സ്തുതിപ്പുകളോ നമ്മുടെ ഈ പ്രാർത്ഥനയോ നമ്മൾ മാതാവിനോട് കാണിക്കുന്ന ബഹുമാനം, സ്വർഗത്തിലും ഭൂമിയിലുള്ള മാലാഖമാരും മനുഷ്യരും വിശുദ്ധന്മാരും രക്തസാക്ഷികളും സ്ത്രീകന്മാരും ഇവരെല്ലാവരും ചേർന്ന് പരിശുദ്ധ കന്യകയ്ക്ക് കൊടുക്കുന്ന ബഹുമാനം, ദൈവം മാതാവിന് കൊടുത്ത ബഹുമാനത്തെ തുലനം ചെയ്യുമ്പോൾ ഒന്നുമല്ല, സൂര്യൻ്റെ മുമ്പിൽ മിന്നാമിനിങ്ങ പോലെ. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ദൈവപിതാവ് ഒത്തിരി ആദരിക്കുന്നു. അതിനോടൊന്നും നമ്മുടെ ബഹുമാനം ഒരു അയലോക്കത്തെത്തില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അതുപോലെ തന്നെ മാക്സിമിലിയൻ കോൾബെ പറഞ്ഞൊരു കൊട്ടേഷൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, നെവർ ബി അഫ്രൈഡ് ഓഫ് ലവിങ് ദ ബ്ലെസ്സഡ് വെർജിൻ ടു മച്ച്, യു ക്യാൻ നെവർ ലവ് ഹെയർ മോർ ദാൻ ജീസസ് ഡിഡ്. ഈ മാതാവിനെ സ്നേഹിച്ചു അധികമായി പോകുമോ എന്ന് വിചാരിച്ച് ഡോണ്ട് ബി അഫ്രൈഡ്, ഡോണ്ട് ബി വറീഡ്, അതിനെക്കുറിച്ച് അങ്ങനെ ആകുലചിത്തയാകണ്ട. കാരണം എന്താ? യു ക്യാൻ നെവർ ലവ് ഹെയർ മോർ ദാൻ ജീസസ് ഡിഡ്. ഈശോ സ്നേഹിച്ചതിനേക്കാൾ അധികമായി നിങ്ങൾക്ക് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാൻ കഴിയില്ല. സ്വർഗസ്വനായി പിതാവ് കൊടുത്ത ബഹുമതിയേക്കാൾ അധികമായി നിങ്ങൾക്ക് മാതാവിനെ ബഹുമാനിക്കാൻ പറ്റില്ല. നമ്മളുടെ എന്താ പറയുക, സൂര്യൻ്റെ മിന്നാമിനിങ്ങ പോലെ ചെറുത്, തീരെ ചെറുതാണ് നമ്മുടെ ബഹുമാനവും ആദരവെല്ലാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഭയപ്പെടാതിരിക്കുക, അതിനെക്കുറിച്ച് ആകുലപ്പെടാതിരിക്കുക. തീരെ ചെറുതാണ് നമ്മൾ കൊടുക്കുന്നത്, പക്ഷേ അത് നന്നായിട്ട് 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 മെനയായിട്ട് കൊടുക്കുക. നല്ല എളിമയിൽ ഒരുപാട് സ്നേഹവാത്സല്യങ്ങളോടെ മാതൃഭക്തിയുള്ള ഹൃദയത്തോടെ ആത്മീയ ജീവിതം നയിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. സാത്താനുള്ള പോരാട്ടത്തിൽ ഈ ശക്തമായ ആയുധം നമുക്കെടുക്കാം, മാതൃഭക്തി. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹപിതാവും യേശു മഹേശനും പരിശുദ്ധാത്മാവുമാ ത്രിയേകനേ. സ്നേഹപിതാവും യേശു മഹേശനും പരിശുദ്ധാത്മാവുമാ ത്രിയേകനേ. തിരുവോസ്തിരൂപന ദിവ്യകാരുണ്യമേ ആരാധന നിനക്കാരാധന. തിരുവോസ്തിരൂപന ദിവ്യകാരുണ്യമേ ആരാധന നിനക്കാരാധന. ആബാ പിതാവേ ആരാധന, യേശു മഹേശ ആരാധന. ആത്മസ്വരൂപ ആരാധന, ത്രിയേക ദൈവമേ ആരാധന. ആബാ പിതാവേ ആരാധന, യേശു മഹേശ ആരാധന. ആത്മസ്വരൂപ ആരാധന, ത്രിയേക ദൈവമേ ആരാധന. ആബാ പിതാവേ ആരാധന, യേശു മഹേശ ആരാധന. ആത്മസ്വരൂപ ആരാധന, ത്രിയേക ദൈവമേ ആരാധന. ത്രിയേക ദൈവമേ ആരാധന. കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ കുറച്ചു നേരം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. വിശ്വാസ പ്രമാണം തീഷ്ണമായി ജപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി
കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. തുടർന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി വലിയ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തി ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധ കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിനോട് ദാഹിച്ച് ഉച്ചത്തിൽ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, വേഗം പറന്നിറങ്ങണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. പരിശുദ്ധാത്മാവേ, വേഗം പറന്നിറങ്ങണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. ദാസർക്കേകണമേ. പരിശുദ്ധാത്മാവിന്റെ ലുത്തിനിയ ജപിച്ച് നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. സർവശക്തനായ പിതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെ അനാദിയായ പുത്രനും ലോകരക്ഷകനുമായ യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും അമേയമായ ജീവനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിന്റെ വാഗ്ദാനമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗീയ പ്രകാശത്തിന്റെ കതിരേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളുടെയും കാരണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗീയ നീരുറവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദഹിപ്പിക്കുന്ന അഗ്നിയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആർദ്രമായ സ്നേഹമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മീയ അഭിഷേകമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും അരൂപിയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും അരൂപിയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സതുപദേശത്തിന്റെയും ആത്മശക്തിയുടെയും അരൂപിയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അറിവിന്റെയും ഭക്തിയുടെയും അരൂപിയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമാധാനത്തിന്റെയും ശാന്തതയുടെയും അരൂപിയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിനയത്തിന്റെയും നിഷ്കളങ്കതയുടെയും അരൂപിയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധീകരിക്കുന്ന ആത്മാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുസഭയെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്യുന്നതനായ ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാരൂപിയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമക്കളുടെ പുത്ര സ്വീകാര്യത്തിന്റെ അരൂപിയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, പാപത്തെ കുറിച്ചുള്ള ഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം
നവീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നിയമം എഴുതണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കത്തിജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പ്രസാദവരങ്ങളുടെ ഭണ്ഡാകാരം ഞങ്ങൾക്കായി തുറക്കണമേ. പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, സ്വർഗീയ പ്രചോദനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ, ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, നന്മ അഭ്യസിക്കാൻ പ്രചോദനം നൽകണമേ. പരിശുദ്ധാത്മാവേ, എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങേ സ്നേഹാഗ്നി ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ പിതാവേ, അങ്ങേ ദിവ്യാരൂപി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ നദി ഞങ്ങളിൽ ഒഴുക്കി സൽപ്രവൃത്തികൾ ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയോടുകൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെയും ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ. ആമേൻ. രണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ച് കുറച്ചു നേരം നമുക്ക് സ്തുതിക്കാം. പരിശുദ്ധാത്മാവേ, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, 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 ആത്മാവേ ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ, സ്നേഹന്മാരിലിറങ്ങി വസിച്ചൊരു പരിശുദ്ധാത്മാവേ, നിൻ പ്രിയ സുതരെ ദിവ്യവരത്താ പൂരിതരാക്കണമേ. പൂരിതരാക്കണമേ. സ്നേഹന്മാരിലിറങ്ങി വസിച്ചൊരു പരിശുദ്ധാത്മാവേ, നിൻ പ്രിയ സുതരെ ദിവ്യവരത്താ പൂരിതരാക്കണമേ. പൂരിതരാക്കണമേ. തുടർന്ന് വിമല ഹൃദയ പ്രതിഷ്ഠ ഭക്തിപൂർവം നടത്തി ആത്മാർത്ഥമായി പരിശുദ്ധ അമ്മയെ സ്നേഹിച്ച് വിമല ഹൃദയ പ്രതിഷ്ഠ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധ മറിയമേ, യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ. അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ. തിരുസഭാംബികയെ, തിരുസഭയ്ക്ക് സർവ സ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ. വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ. മാനവവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവ ഹൃദയമേ, മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ.
പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തുടർന്ന് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇനി കുറച്ച് ദിവസങ്ങളുള്ള വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക്. ഈ ദിവസങ്ങളിൽ കുറച്ചും കൂടെ തീവ്രമായി ഒരുങ്ങുക. കുറച്ച് അലസത, ഒരു ആത്മീയ അലസത ചിലപ്പോൾ നമ്മുടെ ശത്രുവായ ദുഷ്ടപിശാച് നമ്മുടെ ഹൃദയങ്ങളിൽ വിതയ്ക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആത്മീയ അലസതയ്ക്കെതിരെ ജാഗരൂകത പാലിക്കുക. നല്ല ആത്മശോധന നടത്തി നമ്മുടെ ഹൃദയങ്ങളെ ഈശോയ്ക്ക് വേണ്ടി ഒരുക്കുക. ഈ സമ്പൂർണ്ണമായി ഈശോയ്ക്ക് പ്രതിഷ്ഠിക്കുന്ന ശുശ്രൂഷയാണ് നടക്കാനിരിക്കുന്നത് 33 ദിവസം ഓഗസ്റ്റ് 15-ാം തീയതിയും. വേറൊരു കാര്യം നിങ്ങളെ അറിയിക്കാനുള്ളത്, നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപമാലകൾ, മാതാവിൻ്റെ സ്തോത്രഗീതം, ഇതെല്ലാം ചൊല്ലാൻ വേണ്ടി പരിശ്രമിക്കുക. ചിലപ്പോൾ ഒട്ടും പ്രാർത്ഥിക്കാൻ തോന്നാത്തൊരവസ്ഥയുണ്ടാകാം. ചിലപ്പോൾ വാർദ്ധക്യ സഹജമായ ക്ലേശങ്ങൾ കാരണം, ചിലപ്പോൾ ചില രോഗ അവസ്ഥകൾ കാരണം, ചിലപ്പോൾ മാനസികമായ ചില സംഘർഷങ്ങൾ കാരണം, ചിലപ്പോൾ ചില ഈശോ തന്നെ അനുവദിക്കുന്ന ചില ഡ്രൈനസ്, ചില മരുഭൂമി അനുഭവം കാരണം, ദൈവം തന്നെ നമ്മളെ എളിമപ്പെടുത്താൻ അനുവദിക്കുന്ന ചില ഒരു വരൾച്ചയുടെ കാലഘട്ടമുണ്ട്. ആ സമയത്തൊക്കെ ചിലപ്പോൾ തോന്നാതിരിക്കാം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലൊരു സ്നേഹം ഉണ്ടോ എന്ന് നോക്കണം. മാതാവിനോടൊരു സ്നേഹം, ജപമാലയുടെ സ്നേഹം, നന്മ നിറഞ്ഞ ചെല്ലാനൊരു ആഗ്രഹമെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അതിനെ ഊതി ജ്വലിപ്പിച്ചെടുക്കണം. ഇല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് അനുദപിച്ച്, ദൈവമേ എവിടെ വെച്ചാണ്, എനിക്ക് എന്താണ് പറ്റിയത് എന്ന് ആത്മാർത്ഥമായി പരിശോധിച്ച് നോക്കണം. ഒരു പക്ഷേ ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ അവിടെ കൃപയുണ്ട്, അവിടെ ഒരു ദൈവത്തിൻ്റെ പ്രവർത്തനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവനവൻ്റെ ഹൃദയത്തെ പരിശോധിച്ച് ഈ ജപമാലയും നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപവും അതുപോലെ മാതാവിൻ്റെ സ്തോത്രഗീതമൊക്കെ ചൊല്ലാൻ ആഹ്ലാദവും സന്തോഷവും ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുക. ദിവ്യകാരുണ്യ ആശീർവാദ സമയത്ത് മറ്റു നിയോഗങ്ങൾ നമുക്ക് വെച്ച് പ്രാർത്ഥിക്കാം, ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ, 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 ഈശോയെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ, ഈശോയെ. വളർത്തിയ പാവന ശാന്തി പരത്തിടുവാൻ, തളർന്നു താഴും കരളിൽ പുത്തൻ ജീവനുണർത്തിടുവാൻ, ജീവനുണർത്തിടുവാൻ. സ്ത്രീകന്മാരിലിറങ്ങി വസിച്ചൊരു പരിശുദ്ധാത്മാവേ, നിൻ പ്രിയ സുതരെ ദിവ്യവരത്താൽ പൂരിതരാക്കണമേ, പൂരിതരാക്കണമേ, പൂരിതരാക്കണമേ. പരിശുദ്ധ മാതാവിൻ്റെ സ്നേഹ സാന്നിധ്യവും സംരക്ഷണവും മധ്യസ്ഥവും നമുക്ക് അപേക്ഷിക്കാം. ഇരടി ആലപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ഞങ്ങളെ ശക്തരാക്കണമേ, ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ഞങ്ങളെ ശക്തരാക്കണമേ. നിൻ ശക്തിയും നിൻ കഴിവും ഞങ്ങൾക്കായി പ്രയോഗിച്ചിടണമേ, നിൻ ശക്തിയും നിൻ കഴിവും ഞങ്ങൾക്കായി പ്രയോഗിച്ചിടണമേ. ആയിരം ശത്രുഗണങ്ങളെ തകർത്തു തരിപ്പണമാക്കിയ നാഥേ, സർപ്പത്തിന്റെ തലയെ തകർത്തമേ, ശത്രുവിന്റെ തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. ശത്രുപാതയിൽ നിന്നും ദുഷ്ടാരൂപിയിൽ നിന്നും പൈശാചിക ശക്തിയിൽ നിന്നും, ശത്രുപാതയിൽ നിന്നും ദുഷ്ടാരൂപിയിൽ നിന്നും പൈശാചിക ശക്തിയിൽ നിന്നും